പോകുന്ന ജേഴ്സികൾ. ഹലോ, നാന്ന് തൊപ്പിയെല്ലാം ഇട്ടിട്ട് തോറ്റോണ്ടായിരിക്കും അല്ലേ? തോറ്റ് തൊപ്പിയിട്ടത് മോളെ, ഈ ഒരു ഒരുമയില്ലാത്ത 12 എരുമകൾ കളിക്കുന്ന ഒരു മുരുമേട്ട ടീമാണ് പോർച്ചുഗൽ. നിങ്ങളുടെ ടീം എന്തായാലും തോക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ തോക്കുന്നത് ഞാൻ ഉറപ്പിച്ച് എങ്ങനെയാണെന്നറിയാം? ഇന്നലെ നിൻ്റെ മമ്മ പോർച്ചുഗലിൻ്റെ ജേഴ്സി വിട്ട് വന്നേരം. കഴിഞ്ഞ പ്രാവശ്യം ഓൾ ഇങ്ങനെ തന്നെയായിരുന്നു. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഫ്രാൻസ് ആയിരുന്നു. അപ്പം പറഞ്ഞ് ഫ്രാൻസിലെ എംബാപ്പ ഓളെ ഏതോ വകയിലെ വാപ്പേന മാതിരി ഉണ്ട് പോലും. എംബോക്കി അവസാനം എന്തായി? ഫ്രാൻസ് തോറ്റ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൻ്റെ മമ്മയുണ്ടല്ല ഒരു മാൻട്രാക്കാന്ന്. ബ്രസീൽ തോറ്റ് കഴിഞ്ഞാലുണ്ടല്ല ഓളെ കൂടെ വേറെ ആൾക്കാർ ആരും കൂട്ടുകൂടില്ല. കാരണം ഓൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ ടീമിൻ്റെ നച്ചക്കരി ആയിരിക്കും. ദിനേശ് ചേട്ടന് നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മത്തിയിട്ട് വെച്ച മോരുകറി വേണോ, ബീഫ് മുരിങ്ങയിട്ട് വെച്ച പരിപ്പറി വേണോ? ഓ, രണ്ടും മഞ്ഞല്ലേ, എനിക്ക് രണ്ടും വേണ്ട. എന്നാൽ പിന്നെ നൈറ്റ് അർജൻറ്റീനേൻ്റെ കളി കാണുമ്പോൾ കുറിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബ്ലൂ ലൈസ് പറയട്ടെ. ഓ, അതിൻ്റെ കവറ് മാത്രമേ ബ്ലൂ ഉണ്ടാവും, ഉള്ളിൽ ചിപ്സ് എപ്പോഴും മഞ്ഞയായിരിക്കും. എന്നാൽ പിന്നെ 10 ബ്ലൂ കളർ ഹാൾസ് പറയാം, അതാവുമ്പം കാറ്റ് പോവുമല്ല. അല്ല, നീ എന്തിനാ ഇടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത്? എനിക്ക് പോയിക്കൂടെ? അടവ് നമ്മളോട്. ഹലോ, അർജൻറ്റായിട്ട് അർജൻറ്റീനേൻ്റെ ഒരു ജേഴ്സി വേണം. ദിനേശ് ചേട്ടനല്ല, എനക്ക് എത്രയും പെട്ടെന്ന്.